രണ്ടാം പിണറായി സർക്കാർ 3 വർഷം പിന്നിടുകയാണ്. അവകാശപ്പെട്ട പണം തടഞ്ഞുവെച്ചും വായ്പ വെട്ടിക്കുറിച്ചും കേന്ദ്രം രാഷ്ട്രീയ വിരോധം തീർക്കുമ്പോഴും കേരളം അതിജീവിച്ചു. ഗവർണറെ ഉപയോഗിച്ച് ഭരണ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടും കേരളം തളർന്നില്ല. സമാനതകളില്ലാത്ത വികസന ക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ രാജ്യത്തിന് മാതൃകയാവുകയാണ് നമ്മുടെ കേരളം. ഒന്നാം പിണറായി സർക്കാർ ആരംഭിച്ച വൻകിട പദ്ധതികൾ ഈ വർഷം പൂർത്തിയാകും. അതിദാരിദ്ര്യമില്ലാത്ത രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി കേരളം മാറും. സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖവും പൂർത്തിയാകും. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നീളുന്ന ദേശീയപാതയും ഗെയിൽ പൈപ്പ് ലൈനും കെ-ഫോൺ പദ്ധതിയും പൂർത്തീകരണത്തിന്റെ അവസാന ഘട്ടത്തിലാണ്. മുടക്കാൻ കേന്ദ്രം കഴിവിന്റെ പരമാവധി ശ്രമിച്ചിട്ടും ക്ഷേമ പെൻഷൻ 1600 രൂപ വീതം 62 ലക്ഷം പേർക്ക് നൽകുന്നു. IT മേഖല കുതിക്കുകയാണ്. രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി യാഥാർത്ഥ്യമായി. 2 വർഷത്തിനിടെ 2,43,435 സംരംഭങ്ങളാണ് ആരംഭിച്ചത്. ഇതുവഴി 15,470 കോടിയുടെ നിക്ഷേപവും 5,18,228 തൊഴിലവസരവും ഉണ്ടായി. നഷ്ടത്തിലായിരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ ലാഭത്തിലെത്തിച്ചു. കേന്ദ്ര സർക്കാർ വിൽപ്പനയ്ക്ക് വെച്ച സ്ഥാപനങ്ങൾ ഏറ്റെടുത്തു. ഇങ്ങനെ രാജ്യത്തിന് തന്നെ മാതൃകയാവുകയാണ് ഇടതുപക്ഷ കേരളം.